ഡെന്റൽ റിലേറ്റഡ് ആയിട്ട് കുറേ ഫണ്ണി വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്, ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഈ പറയാൻ പോണ കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അടുത്ത് മരിച്ചുപോയ ആക്ടർ ജിഷ്ണുവിന്റെ പാരന്റ്സ് എഴുതിയ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കാനിടയുണ്ടായി. അതിനകത്ത് അദ്ദേഹം മരിക്കാനുണ്ടായ കാരണത്തിനെ പറ്റി വിശദമായിട്ട് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. അണപ്പല്ല് തട്ടി നാവിലുണ്ടായ ഒരു മുറിവ് അത് ചികിത്സിക്കാതെ വിടുകയും അത് കുറേ നാൾ നിന്ന് അത് ക്യാൻസറായി മാറിയതാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത്. ഈ വായിൽ പൊട്ടിയിട്ടുള്ള പല്ല് തട്ടിയിട്ടോ ഏതെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സ് തട്ടിയിട്ടോ വരുന്ന മുറിവുകൾ, അതിനെ ട്രോമാറ്റിക് അൾസേഴ്സ് എന്നാണ് പറയുക. 2 ആഴ്ചയ്ക്കുള്ളിൽ ആ മുറിവ് ഉണങ്ങിയിരിക്കണം. ഇനി ഉണങ്ങുന്നില്ലെന്ന് കണ്ടാൽ നിർബന്ധമായും നിങ്ങൾ അടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെയോ ഇതിന്റെ സ്പെഷ്യലിസ്റ്റിനെയോ കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ വായിൽ കാണുന്ന ചുവന്ന പാടുകൾ, വെള്ളപ്പാടുകൾ, അതൊക്കെ കുറെ നാളായിട്ട് മാറാതെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ചില ക്യാൻസേഴ്സിന്റെ ഏർലി സൈൻസ് ആവാം. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ സ്റ്റിൽ നിങ്ങൾ നിർബന്ധമായും ഒരു ഡോക്ടറെ കാണിച്ചിരിക്കണം. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്, ആളുടെ കുറെ തിരക്കുകൾ കൊണ്ട്, കുറെ ട്രാവലൊക്കെ ഉള്ളത് കൊണ്ട് ചികിത്സ കുറച്ച് വൈകിപ്പിക്കേണ്ടി വന്നു എന്ന്. ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ ചികിത്സിച്ചിരിക്കണം നിർബന്ധമായിട്ട്. ഇല്ലെങ്കിൽ ഇത് റിക്കറൻസ് വീണ്ടും അടുത്ത ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യാനും വീണ്ടും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു പക്ഷേ ജിഷ്ണു നേരത്തെ ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഒരു കലാകാരനെ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു.